നമുക്കിന്ന് ഗസ്റ്റായിട്ട് ഉപ്പുണ്ട് കേട്ടോ. ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പൊള്ളിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത് ചെമ്പല്ലി എന്ന് പറയും, ചെറുത അമ്മൂറ് എന്ന് പറഞ്ഞാണ്. ആ ചുവന്ന മീൻ ഉണ്ടല്ലോ, ഇതിങ്ങനെ. പിന്നെ അതവിടെ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞ പുട്ട്. ഇത് നല്ല സ്രാവ് മുളകുണ്ട് കേട്ടോ. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇങ്ങനെ സെറ്റായി. ഇത് മീന് പൊരിക്കാനുള്ളതാണ് കേട്ടോ. മീനിക്ക് മസാല റെഡിയാക്കാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ നന്നാക്കി കൊണ്ടുവന്നാണിത്. നമുക്ക് പൊരിക്കാനുള്ളത് റെഡിയാക്കിയാൽ മതി. ഇത് നമ്മൾ രാവിലത്തെ സ്പെഷ്യൽ കേട്ടോ. ഇതെന്താണ് സാധനം? കാവത്തും രാവിലെ കാവത്ത് പുട്ട് നല്ല മീൻ മുളകിട്ട്. ഉച്ചക്കുള്ള സ്പെഷ്യലാണ്. ഇതുണ്ട്. നീ കറികളും കാര്യങ്ങളും സെറ്റ് ആക്കണം നമുക്ക്. ഞാൻ മീൻകറി ഉണ്ടാക്കിയതിന്റെ അടയാളങ്ങളാണ് അതൊക്കെ. ഒരാള് പപ്പാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലച്ചുവിന് പുട്ട് വേണ്ട. ഇതെന്താണ്? നമുക്ക് മീന് മസാല വെക്കണം. ഇതിങ്ങനെ ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല മസാല ഇറങ്ങുള്ളൂ. വരച്ച സൈഡിൽ ഇങ്ങനെ കൊടുക്കുക. ഇതിൽ ചേർത്തപ്പോൾ സാധാ തന്നെ പെരുംജീരകം, മറ്റേ ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, മഞ്ഞൾ, കുരുമുളക് വേണമെന്നുള്ളവർക്ക് അതും ചേർക്കാം കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് കുരുമുളകൊക്കെ ചേർക്കും. കുരുമുളകൊക്കെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എരിവ് കൂടണ്ട വെച്ചിട്ട് ഇത് പറ്റാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടും. നമ്മളിങ്ങനെ നമ്മൾ തലഭാഗം എടുക്കാം. എടുത്തിട്ട് ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം മസാല. അങ്ങനെ നമ്മളെ മീനോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് തന്നെ പൊരിക്കണതിന്റെ മുന്നേ തന്നെ നുണയുണ്ട്. ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാണ്ട് റെഡി ആവാണ്ട്. അപ്പത്തേക്ക് ഇവിടെ ഇതിനെ പഞ്ഞമീൻ എന്ന് പറയും. മീനിന്റെ മുട്ട ഇത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതോ? അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഞാൻ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വലിയ മീനായതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിലൊന്നും പോകില്ല. അപ്പോൾ നമുക്കൊരു 2 വീതം അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യമുള്ള ഓയിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അതേ ഫസ്റ്റ് മീൻ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മസാലയൊക്കെ നല്ല അടിപൊളിയായി സെറ്റായി വന്നത്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു തിന്നാൻ തോന്നും. അപ്പോൾ ഇത് പൊരിച്ചെടുക്കണമെങ്കിൽ കുറച്ചൊരു ടൈം വേണം കേട്ടോ. വലിയ കട്ട് ചെയ്യാത്തതുകൊണ്ട് വലിയ മീനല്ലേ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നല്ല പൊളി